നിമിഷപ്രിയയുടെ മോചനത്തിനായി രൂപീകരിച്ച സഹായ സമിതിയിൽ ഭിന്നത. പ്രാരംഭ ചർച്ചയ്ക്ക് വേണ്ട പണപ്പിരിവിനെ ചൊല്ലിയാണ് തർക്കം. ചർച്ചയുടെ ഭാഗമായി 38 ലക്ഷം രൂപ വേണമെന്ന് ഡിസ്ട്രസ് മാനേജ്മെന്റ് കളക്ടീവ് ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ദീപ ജോസഫ് 24-നോട് പറഞ്ഞു. സഹായ സമിതിയുടെ തീരുമാനപ്രകാരമല്ല പണപ്പിരിവെന്നാണ് ഒരു വിഭാഗത്തിന്റെ നിലപാട്. നിമിഷപ്രിയയുടെ മോചനത്തിനായുള്ള സഹായ സമിതിക്ക് സ്വന്തം ബാങ്ക് അക്കൗണ്ട് ഉണ്ടായിരിക്കെ ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഡിസ്ട്രസ് മാനേജ്മെന്റ് കളക്ടീവ് എന്ന സംഘടന പണപ്പിരിവ് നടത്തുന്നതിൽ എതിർപ്പുമായി ഒരു വിഭാഗം രംഗത്ത് വന്നതോടെയാണ് ഭിന്നത ഉടലെടുത്തത്. ആരൊക്കെ എത്ര പണം വീതം നൽകിയെന്ന് അറിയാനാണ് DMCയുടെ അക്കൗണ്ടിലേക്ക് പണം പിരിച്ചതെന്നാണ് സംഘടനയുടെ ചെയർപേഴ്സണും സേവ് നിമിഷപ്രിയ ആക്ഷൻ സമിതിയുടെ വൈസ് ചെയർപേഴ്സണുമായ അഡ്വക്കേറ്റ് ദീപ ജോസഫിന്റെ വിശദീകരണം. ആദ്യ കാലങ്ങളിൽ തന്നെ ഫണ്ട് ചോദിച്ചിട്ടുമുണ്ട്, ആൾക്കാർ നമുക്ക് ഇട്ടു തന്നിട്ടുമുണ്ട്. അപ്പം ചിലർ വ്യക്തിപരമായിട്ട് തരും. ഗോത്ര തലവന്മാരെ രണ്ടുപേരെയും കൂടെ കൂടി ഒരു പ്രത്യേക സ്ഥലത്ത് എത്തിച്ച് ഇവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ അവരുടെ ഇനി ചിലപ്പോൾ ദിവസങ്ങൾ എടുക്കുന്ന ചർച്ചയായിരിക്കാം. അപ്പം അതിലേക്ക് അവിടെ വരുന്ന ലോയേഴ്സ് പിന്നെ ആരെയൊക്കെ ഈ ചർച്ചയ്ക്കകത്ത് ഉൾപ്പെടുത്തണം അതെല്ലാം ചെയ്യേണ്ട ഉത്തരവാദിത്വം നമ്മുടെ ലോയറിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത്. ആ എക്സ്പെൻസിലേക്കാണ് ഈ പൈസ യൂസ് ചെയ്യുക. പ്രാരംഭ ചർച്ചകൾക്ക് വേണ്ടി പണം വേണമെന്ന വാദത്തെ തന്നെ തള്ളുകയാണ് എതിർവിഭാഗം. കുടുംബവുമായി നേരിട്ട് ചർച്ചകൾ നടത്തുക, അതിന് പ്രീ നെഗോസിയേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഇന്നേ വരെ ലോകത്ത് ഒരു ഇസ്ലാമിക രാജ്യത്തിനകത്തും നമ്മൾ കണ്ടിട്ടുള്ളതല്ല. അപ്പോൾ ആദ്യമായി ഇത്തരം ഒരു ആവശ്യവുമായി വരുന്നു, അതൊരു സംശയത്തിൻ്റെ മുൾമുനയിൽ നിൽക്കുന്നു. ആ സമയത്ത് ഈ സംഘടനയ്ക്കകത്ത് ഒരു കുറുമുന്നണി രൂപപ്പെടുന്നു. ആ കുറുമുന്നണിയുടെ ഭാഗമായിക്കൊണ്ട് പിന്നെ ഈ സംശയാസ്പദമായ ഒരു സംഘടനയ്ക്കകത്ത് അല്ലെങ്കിൽ നേരത്തെ സുതാര്യമല്ലാത്ത ചരിത്രമുള്ള ഒരു സംഘടനയ്ക്കകത്തേക്ക് പണം പിരിക്കുന്നു. ഇതൊക്കെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾക്ക് സംഘടനയ്ക്കകത്ത് രൂപപ്പെടാനുണ്ടായ കാരണം. ഗോത്ര തലവന്മാരുമായുള്ള ചർച്ചയ്ക്കുള്ള ഒരുക്കങ്ങൾക്കായാണ് പണമെന്നാണ് DMC വ്യക്തമാക്കുന്നത്. സഹായ സമിതിയുടെ അക്കൗണ്ടിലൂടെ മാത്രമേ പണം സ്വീകരിക്കൂ എന്ന് തീരുമാനിച്ചാൽ പ്രശ്നം അവസാനിക്കുമെന്നാണ് മറുപക്ഷത്തിന്റെ നിലപാട്. നിമിഷപ്രിയയുടെ മോചനത്തിനായുള്ള ദൗത്യം തുടരുമെന്ന് ഇരുവിഭാഗവും വ്യക്തമാക്കി. 24 ഡൽഹി.